ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ മീഡിയ. അപ്പോൾ നമ്മൾ പാർട്ട് 1 എല്ലാവരും കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ ഈ സ്ട്രക്ചർ വർക്കിൻ്റെ തന്നെ വീഡിയോ പാർട്ട് 2 ആണ്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു ബോക്സ് എന്ന് പറയുമ്പോൾ റെക്റ്റാങ്കുലർ ബോക്സ് ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് എങ്ങനെയാണ് അതിൻ്റെ മേക്ക് ചെയ്യുന്നത് അതിൻ്റെ കണ്ടു. പിന്നെ സെക്കൻഡാണ് നമ്മളിതിൻ്റെ പാർട്ട് 2 വരുന്നത്. ബോക്സിന് കാലുകളും ഒരു സ്റ്റാൻഡിൻ്റെ ഫുൾ ഫിക്സിംഗ് ആണ് ഇതിൽ കാണിക്കുന്നത്. നമ്മളിപ്പോൾ കാണിക്കുന്നത് കാലിൻ്റെ ഈ സ്റ്റാൻഡിൻ്റെ കാലാണ് നമ്മളിപ്പോൾ വെൽഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബേസ് കാല് നമ്മൾ വാട്ടർ ലെവൽ അനുസരിച്ച് നമ്മളിപ്പോൾ വെൽഡ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1.25 ഇഞ്ചിൻ്റെ സ്ക്വയറിൽ 1.25 ഇൻറ്റു 1.25 കാലാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 15 അടി നീളമാണ് നമ്മളിപ്പോൾ ഈ ഇപ്പം ഉണ്ടാക്കുന്ന കാല അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാൻഡിൻ്റെ അളവ് വരുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ ബേസ് എടുത്തിട്ടിരിക്കുന്നത് നമ്മൾ 4x4 അല്ലെങ്കിൽ 3x3 ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ 3x3 ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ ബേസ് വരുന്നത്. അതിപ്പോൾ 3x3 വയ്ക്കാം, 4x4 വയ്ക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ബേസ് കൂടുതൽ കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ബേസ് വെച്ച് വാട്ടർ ലെവൽ നോക്കിയിട്ട് നമ്മളിപ്പോൾ വെൽഡിങ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം വെൽഡിങ് ഇതിൻ്റെ ബേസിലാണ് മെയിനായിട്ട് ഇതിൻ്റെ വെയിറ്റും കാര്യങ്ങളും വരാം. അപ്പോൾ പിന്നെ ഇതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമുക്കിപ്പോൾ ഇതിൻ്റെ ആഫ്റ്റർ ഈ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായ നമ്മൾ പല പോരായ്മകൾ നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു പോകണം. കാരണം നമ്മളിപ്പോൾ ഈ ബേസിൽ ഇപ്പോൾ ഉണ്ടാക്കിയപ്പോൾ ഈ കാലുകൾ ഇത്രയും കാലുകളാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഏകദേശം ഇപ്പോൾ ഒരു 5 തട്ടാണ് ഉള്ളത്. 5 തട്ട് എന്ന് പറയുമ്പോൾ 15 അടി നീളത്തിൽ 5 തട്ടാണ് നീളത്തിൽ ഒറ്റ ലെങ്ത്തിലാണ് ഈ കാലുകൾ വരുന്നത്. ഇപ്പം നമ്മൾ കാലുകൾ വെൽഡ് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ കാല് വെൽഡ് ചെയ്യാൻ ജി ക്ലാമ്പ് യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ടൈറ്റ് ചെയ്തിരിച്ചിട്ടുള്ളത്. ഏകദേശം 8 അടി നീളത്തിലാണ് കാല് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഓരോ 2 സൈഡിലും വെയിറ്റ് ലോഡ് കൊടുത്തിട്ടാണ് നമ്മളിപ്പോൾ വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ജി ക്ലാമ്പ് ഇട്ട് ടൈറ്റ് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ ആ കോർണറിലാണ് ഇപ്പോൾ ഇത് വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇത്രയും ലെങ്ത് എടുത്തത് കൊണ്ട് തന്നെ എനിക്കിപ്പോൾ വെൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കുണ്ടായത് ഏകദേശം ഇതിൻ്റെ ഹൈറ്റിൻ്റെ ഒരു ഡിഫറൻസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. കാരണം ബാക്കി ഇൻ ബിറ്റ്വീൻ കാലുകൾ വെച്ച് കഴിഞ്ഞപ്പോൾ ശരിക്കും ചില സെൻറ്ററിലുള്ള കാലുകളൊക്കെ നിലത്ത് മുട്ടാത്ത പോലെ ഒരു ഫീൽ ഉണ്ടായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കണ്ടിന്യൂസ് ഒരു ലെങ്ത്തിൽ നമ്മൾ എടുക്കുന്ന കാരണം, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ചൂടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി കാലുകൾ ബെൻഡ് ആവാനുള്ള ഒരു സംഭവം ഉണ്ടായിട്ട്, അത് നമുക്കൊരു എക്സ്പീരിയൻസ് കുറവ് കൊണ്ടാണ് നമുക്കങ്ങനെ ഉണ്ടായിട്ടുള്ളത്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇനി സെക്കൻഡാണ് നമ്മളിപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. നമ്മൾ ഏകദേശം ഇതിൻ്റെ ഹൈറ്റ് എടുത്തിരിക്കുന്നത് 18 ഇഞ്ചാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഇപ്പോൾ ഒരു തട്ടിൽ നിന്നും അടുത്ത തട്ടിൻ്റെ ഹൈറ്റ് എടുത്തിട്ടുള്ളത് 18 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾ ഒരടി ടാങ്ക് വെച്ച് കഴിഞ്ഞിട്ട് ഒരടിയിൽ ടാങ്ക് കഴിഞ്ഞിട്ട് ബാക്കി സ്പേസ് ആണ് നമ്മൾ ഈ വിട്ടിട്ടുള്ളത്. അപ്പോൾ എനിക്കത് കമ്പാരിറ്റീവ്ലി തോന്നിയിട്ടുള്ളത് അത് കുറച്ചുകൂടി സ്പേസ് 18 ഇഞ്ച് എന്നുള്ളത് ഒരു 20 ഇഞ്ച് അല്ലെങ്കിൽ 21 ഇഞ്ച് ആക്കാണ് കുറച്ചുകൂടി നല്ലത്. കാരണം നമ്മൾ മാക്സിമം ടാങ്കിൻ്റെ തട്ട് കൂട്ടാനായിട്ട് ഇപ്പോൾ 5 തട്ടുണ്ട് ടാങ്കിന്, അപ്പോൾ 8 അടി ഹൈറ്റാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ തട്ട് കിട്ടാനായിട്ട് മാക്സിമം കൈ കടക്കും. ഈ 12 ഇഞ്ച് കഴിഞ്ഞിട്ട് ബാക്കി 18 ഇഞ്ച് വെച്ച് നോക്കുമ്പോൾ ഒരു 6 ഇഞ്ചിൻ്റെ മേലെ ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ. അപ്പോൾ ആ 6 ഇഞ്ചിൽ നമുക്ക് ഏകദേശം കൈ കടക്കൊക്കെ ചെയ്യും. പക്ഷെ കുറച്ചുകൂടി കംഫർട്ടബിൾ ആണെങ്കിൽ ഒരു 3 ഇഞ്ചിലും കൂടുതൽ വേണം. എന്നാൽ മാത്രം കറക്റ്റായിട്ട് നമുക്കത് കടന്നു പോകാനും അല്ലെങ്കിൽ എടുക്കാനും ഫിഷ് പിടിക്കാനും കുറച്ചുകൂടി സൗകര്യം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യം, നമ്മളിപ്പോൾ ഹൈറ്റ് കൂട്ടി തന്നെ നമുക്ക് കൈ ഇടുമ്പോൾ ഫിഷ് അല്ലെങ്കിൽ വലിയ നെറ്റിട്ട് പിടിക്കാനും കുറച്ചുകൂടി സൗകര്യമായിരിക്കും. അപ്പോൾ അതൊരു മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇത്രയും ലെങ്ത്തിൽ 15 അടിയോളം നീളത്തിൽ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നല്ല വെയിറ്റും കാര്യങ്ങളും വരും. അപ്പോൾ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് 2 തട്ട് കഴിഞ്ഞ് 3 തട്ട് കഴിഞ്ഞ് ഇപ്പോൾ 4ാമത്തെ തട്ടാണ് അടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഇതിൻ്റെ തട്ടുകൾ വെക്കുമ്പോൾ നമ്മൾ ലെവലിട്ടിട്ട് 4 സൈഡും ആണ് ലെവലിൽ ഇപ്പോൾ നമ്മൾ നോക്കിയിട്ടാണ് തട്ടുകൾ നമ്മൾ ഫസ്റ്റായിട്ട് അടിച്ചു പോകുന്ന കാര്യങ്ങൾ.
പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അറ്റത്ത് 2 കാലുകൾ കൂടാതെ ഇൻ ബിറ്റ്വീൻ കാലുകൾ നമുക്ക് വേണം. കാരണം അത്രയും ഹെവി ലോഡാണ് വെള്ളത്തിൻ്റെ വരുന്നത്. എന്നാൽ മാത്രം അത്രയും നമുക്ക് ഗ്രിപ്പ് കിട്ടും. നമ്മൾ അവസാനത്തെ കാലാണ് അല്ലെങ്കിൽ തട്ടാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഈ തട്ട് എന്ന് പറയുന്നത് നമ്മൾ ടാങ്ക് വെക്കുകയോ അല്ലെങ്കിൽ ഈ ടാങ്കിൻ്റെ ടോപ്പിൽ ഐറ്റംസും കാര്യങ്ങളും വെക്കാനായിട്ടാണ്. മൊത്തത്തിൽ 5 ടാങ്കിൻ്റെ ഒരു പർപ്പസിലാണ് നമ്മൾ ശരിക്കും എടുത്തിട്ടുള്ളത്. നമുക്കത് സ്റ്റോറേജ് ടാങ്ക് ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇപ്പം ഓൾമോസ്റ്റ് നമ്മൾ വർക്കും കാര്യങ്ങളും കഴിഞ്ഞു. ഇപ്പം നമ്മൾ ഈ സെറ്റ് എന്ന് പറയുന്നത് 9 അടിയുടെ ഒരു സെറ്റാണ് ഈ സെറ്റ് വരുന്നത്, ഈ സൈഡിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മേക്കിങ് ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഓൾമോസ്റ്റ് ഫസ്റ്റിൻ്റെ എടുത്തതോടുകൂടി പിന്നെ അത് സ്കിപ്പ് ചെയ്യാണ് ചെയ്തത്. പിന്നെ ഇത് 8 അടിയുടെ തട്ടാണ് വരുന്നത്. തട്ട് മീൻസ് ലെങ്ത് ആണ് വരുന്നത്. എല്ലാത്തിനും എടുത്തൊക്കെ സെയിം ആണ് 1.25. അപ്പം മൊത്തത്തിൽ നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞു. അപ്പോൾ 15 അടി, 9 അടി, 8 അടി, പിന്നെ ലാസ്റ്റ് ഒരു 3 അടിയുടെ തട്ടും കൂടിയാണ്, പിന്നെ നമുക്ക് സ്റ്റാൻഡും കൂടിയാണ് പിന്നെ വരുന്നതായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് 5 കാലുകളാണ് 15 അടിയിൽ ഇട്ടുള്ളത്. പിന്നെ അതുകൂടാതെ നമ്മൾ എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിട്ട് നമ്മൾ ബൗള് വെക്കാനായിട്ടുള്ളൊരു ഫിറ്റിങ്സാണ് നമ്മളിപ്പോൾ ഇതിൽ എക്സ്ട്രാ ആയിട്ട് എൻ്റെ ഒരു ഐഡിയയിൽ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇതെന്ന് വയ്ക്കുമ്പോൾ നമുക്ക് ബൗളോ അല്ലെങ്കിൽ ഫിഷ് ടാങ്കിൽ മീൻ പിടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കപ്പ് വയ്ക്കാനും പിടിച്ചു കൊടുക്കാനും വേറെ ഒരു സഹായം ഇല്ലാണ്ട് തന്നെ പിടിക്കാനാണ് ചെയ്തിട്ടുള്ളത്. ഞാനിത് മേക്ക് ചെയ്തിട്ടുള്ളത് നമ്മുടെ പാത്രക്കടയിലൊക്കെ ഉള്ളത്, പാത്രം ചൂടാക്കിയ പാത്രം നിലത്ത് മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈപ്പ് സ്റ്റീലിൻ്റെ ഉണ്ട്. അതാണ് ഇപ്പോൾ അതിൽ നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. പിന്നെ അവസാനം വെൽഡിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഗ്രൈൻഡിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഗ്രീസ്, ഓയിൽ ഇതൊക്കെ പോകാനായിട്ടുള്ളൊരു കെമിക്കലുണ്ട്. ആ കെമിക്കൽ യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ റബ്ബ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെയിൻറ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് പെയിൻറ്റിങ്ങും കാര്യങ്ങളും കിട്ടാനായിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ ഇതിൻ്റെ സ്റ്റാൻഡിൻ്റെ വർക്കിംഗ് മേക്കിംഗ് വീഡിയോ നമ്മൾ ഓൾമോസ്റ്റ് ഇത് കഴിഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ 15 അടിയുടെ ടാങ്കുകൾ കഴിഞ്ഞപ്പോൾ നമ്മൾ ബാക്കിയുള്ളതിൻ്റെ മേക്കിംഗ് വീഡിയോ ഇട്ടിട്ടില്ല. കാരണം അത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയയും കാര്യങ്ങളും കിട്ടി. അപ്പോൾ അതുകൊണ്ടാണ് മറ്റുള്ളതിൻ്റെ ഇടാത്തത്. വേറെ ഒന്നും കൊണ്ടല്ല, ഇതിൻ്റെ ലെങ്ത്ത് മാത്രം ഡിഫറൻസ് ഉള്ളൂ, ബാക്കിയൊക്കെ സെയിം ആണ്. പിന്നെ അതുപോലെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ കുറേ അധികം വർക്ക് ചെയ്യാനുള്ളത് കൊണ്ട് മെയിൻ കണ്ടന്റുകൾ അല്ലെങ്കിൽ മെയിൻ ഒരു സാധനം ഉണ്ടാക്കുന്നതിൻ്റെ മെയിൻ പാർട്ട് മാത്രമേ നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമ്മളത് ബാക്കിയുള്ള വീഡിയോസൊക്കെ നമ്മൾ മെയിൻ സെയിം ആയതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്ത് പോകാറ്. കാരണം എല്ലാം കൂടി എടുക്കാനായിട്ടുള്ള ടൈമും കാര്യങ്ങളും നമുക്ക് പറ്റാത്തതിൻ്റെയാണ് പിന്നെ ഒരു ലിമിറ്റേഷൻ. കാരണം ഇതെല്ലാം നമ്മൾ ട്രൈപോഡ് യൂസ് ചെയ്തിട്ടാണ്, ഒരു ക്യാമറ പിടിക്കാൻ പോലും ആളില്ലാത്ത അതുകൊണ്ട് നമ്മൾ ട്രൈപോഡ് വെച്ചിട്ടാണ് നമ്മൾ ഓരോരോ ഫൂട്ടേജ് എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ വീഡിയോസ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ മേക്കിംഗ് വീഡിയോസ് ഉണ്ട് ഇതിൻ്റെ, അതെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യും, അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്ത്. കാരണം വോയിസ് ഓവറോട് മിക്സ് ചെയ്യുന്നതിൻ്റെ ഒരു ഡിലേ ആണ് ശരിക്കും ഇതിൻ്റെ വരുന്നത്. പിന്നെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെടുകയാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാത്ത ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. കാരണം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ കുറച്ചുകൂടി യൂണീക്ക് ആയിട്ടുള്ള വീഡിയോസാണ് ഇതെല്ലാം വരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും അത്രയും എല്ലാം കൂടി ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മുടെ ഇവിടെ ആരും ചെയ്തിട്ടില്ല. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനിയും നെക്സ്റ്റ് പാർട്ട് വീഡിയോസ് ഇനിയും വരുന്നതാണ്, അടുത്ത് തന്നെ വരുന്നതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാത്ത ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക.